ഓ ടിക്കറ്റ് എടുക്കലു ചിരിച്ചു മറിക്കലു ബ്ലോക്ക് ബസ്റ്റർ ചിരിച്ച് മരിക്കും നിങ്ങൾ. എന്തൊരു തള്ളാടയന്മാർ ഇത് കേട്ട് പടത്തിന് കയറി. എൻ്റെ പൊന്നെ ചുമ്മാതെ ആ ഒരു 2.5 മണിക്കൂർ കളഞ്ഞു. അപ്പോൾ പ്രേമലു യെസ് ഫൺ റൈഡ് എന്ന് വേണമെങ്കിൽ ഫൺ റൈഡ് അത് തന്നെ ഫൺ വേണമെങ്കിലല്ല പറയാം. ചിരിച്ച് എന്താണ് ഇങ്ങനെ അങ്ങ് ഇരിക്കുവായിരുന്നു, ചിരിച്ചിരിച്ചിട്ട് ഞാൻ കണ്ടങ്ങ് ഇരിക്കുവായിരുന്നു. നമ്മളാ സിനിമ തീർന്നാൻ തുടങ്ങിയെന്ന് പറഞ്ഞില്ല. ഒരു എന്താണ് പറയാനുള്ളത്, എക്സൈറ്റ്മെന്റ് മാറുന്നില്ല. പ്രേമലു നമുക്കറിയാം തണ്ണീർമത്തൻ സൂപ്പർ ശരണ്യ. അപ്പൊ ആദ്യമേ അറിയാലോ തണ്ണീർമത്തൻ നമ്മളെ ഏത് സമയത്ത് 2 വർഷം മുമ്പാണോ 3 വർഷം ആ സമയത്ത് തണ്ണീർമത്തൻ ഇഷ്ടപ്പെട്ടവർക്ക് ഈ സമയത്ത് അതുപോലത്തെ ഒരു സാധനം കൊണ്ടുവന്നാൽ അവർക്ക് എന്തായാലും ക്രിഞ്ചായിട്ട് തോന്നും. പ്രത്യേകിച്ച് ലവ് സ്റ്റോറി അതൊക്കെ ആവും. അതുപോലെ തന്നെ സൂപ്പർ ശരണ്യ പോലെ അതും അത് ഓരോ ഓഡിയൻസും മാറിക്കൊണ്ടിരിക്കുന്നു. ലൈറ്റ് വിൽക്കുന്ന ഒരാള്. അപ്പോൾ ആ പടങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് ഈ സമയത്ത് അതുപോലൊരു പടം കൊണ്ടുവന്നാൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരില്ല. കാരണം അതിന്റെ സമയം കഴിഞ്ഞു പോയി. പറയുന്നേ നീ അല്ല പറയട്ടെ. അപ്പോൾ പക്ഷെ ഇതിലേക്ക് വരുമ്പോഴും അന്ന് ആ തണ്ണീർമത്തൻ കണ്ട് റിലേറ്റബിൾ ആയവർക്ക് ഇന്ന് ഈ പ്രേമല് കണ്ടാലും റിലേറ്റബിൾ റിലേറ്റബിൾ എന്ന് പറയുമ്പോ അത് അതിലൂടെ കടന്നവർക്ക് മാത്രമായിരിക്കില്ല, എല്ലാവരുടെയും ലൈഫിൽ കാണും. അത് പ്രത്യേകിച്ച് കോളേജിൽ പഠിക്കാൻ പോയൊരു ഒന്നെങ്കിൽ ഈ കൊച്ചിയിലെ ബാംഗ്ലൂരോ ഹൈദരാബാദാണ് സംഭവമെങ്കിൽ ഞങ്ങളിത് കൊച്ചിയിലെ ഒരു ലൈഫായിട്ടാണ്, കൊച്ചി പഠിക്കാൻ പോയ ലൈഫായിട്ട് ഇങ്ങനെ ഇത് ചെയ്തപ്പോഴത്തേക്കും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയെന്നതാണ് ഈ പടത്തിന്റെ സിനിമയിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ കോമഡി തന്നെയാണ്. സിറ്റുവേഷണൽ കോമഡി. നമ്മൾ വിചാരിക്കുന്നിടത്ത് നമ്മൾ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ചുമ്മാ സംസാരിക്കാൻ മടിക്കുന്ന, നമ്മൾ വിചാരിക്കുന്ന സമയത്ത് അടിക്കുന്ന ഒരു കോമഡികളൊക്കെ ഇല്ലേ, അതൊക്കെയാണ് ഇതിന്റെ നമ്മളതിന്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വരുന്ന ചെറിയ ചെറിയ കോമഡികൾ. അതൊക്കെയാണ് സിനിമയിലെ നമ്മൾ പൊട്ടിച്ചിരിപ്പിക്കുന്നത്. പിന്നെന്താണ്, പിന്നെ പറയുകയാണെങ്കിൽ നെസ്ലൻ ആ ഒരു തണ്ണീർമത്തലിനെ കണ്ട പോലെ തന്നെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഇല്ലാത്തൊരു നെസ്ലനാണ്. ആ ക്യാരക്ടർ തന്നെയാണ് ഒരു എന്താണ് എന്താടാ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ സെയിം തീം പ്രേമവും അത് ഫണ്ണും കാര്യങ്ങളും ഫ്രണ്ട്സിൻ്റെ നടക്കുന്ന സംഭവങ്ങളൊക്കെയാണ്. അത് നമ്മുടെ ഫ്രഷ്നെസ്സിന് വേണ്ടിയിട്ട് കേരളത്തിൽ നിന്നൊക്കെ അങ്ങോട്ട് മാറി പടം ആദ്യം തന്നെ ഹൈദരാബാദ് വൈബാണല്ലേ. അതാണ് പടത്തിന്റെ ഒരു എന്താണ് നമ്മള് ഒരു വെറൈറ്റി കൊണ്ടുവരുന്നത് പോസിറ്റീവായിട്ടാണ്. പിന്നെ ഇത് നമ്മുടെ ഹൃദയം അതുപോലെ തന്നെ വേറെ ഏത് പടമോ മറ്റേ മ്യൂസിക് ബ്ലെൻഡ് ചെയ്ത് പോകുന്നത് വിഷ്ണു വിജയുടെ ഫാലിമിയിലൊക്കെ പോലെ മ്യൂസിക്. വിഷ്ണു വിജയുടെ മ്യൂസിക് ആണെന്ന് അറിയാൻ പറ്റും, ആ ഫ്ലൂട്ട് കേൾക്കുന്ന അറിയാൻ പറ്റും. വിഷ്ണു വിജയുടെ മ്യൂസിക് ഫുള്ളും ഫ്ലൂട്ട് വെച്ചുള്ള പരിപാടികളാണ്. അപ്പം ഇതേപോലെ അടിപൊളി സംഭവങ്ങളൊക്കെ ഷേഡിയുടെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ഈ പാട്ടിനകത്തൂടെ നമ്മളെ എന്നുള്ള സംഭവമാണ്. ഇതിനകത്ത് 2 പാട്ടേ വരുന്നുള്ളൂ, കുറച്ച് ബീജിഎംസ് ഒക്കെ വരുന്നുള്ളൂ. അപ്പൊ ആ 2 പാട്ടിലാണ് ഈ സ്റ്റോറിയുടെ മെയിൻ ഒരു എസ്റ്റാബ്ലിഷ്. ഈ പാട്ടിന് തന്നെ ബീജിഎംസ് ആയിരിക്കും ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നത്. അപ്പൊ നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ പാട്ടിൽ തന്നെ നമുക്ക് സംഭവങ്ങളെല്ലാം മനസ്സിലാകും. പിന്നെ ഓരോ കാസ്റ്റിനും എടുത്തു പറയുന്നുണ്ട്. വൺ ഓഫ് ദ മെയിൻ എടുത്തിരുന്നത് മിസ്റ്റർ ശ്യാം മോഹൻ. എല്ലാവരും മമിത ബൈജുവിനും വേണ്ടി അതുപോലെ തന്നെ നെസ്ലിനും വേണ്ടി ആയിരിക്കും പടം കാണാൻ പോകുന്നത്. പക്ഷെ എനിക്ക് തോന്നിയത് ഈ പുള്ളിയാണ് അവരെക്കാട്ടിൽ എല്ലാം കൂടുതൽ സ്കോർ ചെയ്ത് പടത്തില് ഫുൾ പടം കണ്ട ഇറങ്ങുമ്പോഴത്തേക്കും ഒരു ആൻഡ് കൊണ്ട് സ്റ്റഡിലെ ഒരു കട്ടയ്ക്ക് ശ്യാം മോഹൻ പുള്ളിയുടെ റീൽസും ഷോർട്ട് ഫിലിമും കണ്ടിട്ടുണ്ട്. പുള്ളിയെ കാണാൻ മനസ്സിലായി ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ എവിടെങ്കിലും നമ്മൾ ഓഫീസിലോ അല്ലെങ്കിൽ കൂട്ടുകാരുടെ ഇടയ്ക്കോ ഇങ്ങനെ ഓവർ ആക്റ്റീവ് ഹൈപ്പർ ആക്റ്റീവ് ഒരാൾ കാണും. പക്ഷെ ആളെ പുള്ളിയെ കാണാൻ തന്നെ ഒരു നല്ല രസം ഉണ്ടായിരുന്നു. അവരുടെ ഒരു കോമ്പിനേഷനുള്ള കോമഡികളൊക്കെ വരുന്നത്. അപ്പോൾ ഈ സിനിമ എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു പടം കാണുന്ന മൂഡിൽ പോകണം. ശരിക്കും എല്ലാവരും ഈ പോസിറ്റീവൊക്കെ കേട്ടിട്ട് പോകുമ്പോഴത്തേക്കും വിചാരിക്കും ഇതാണോ കോമഡി എന്നൊക്കെ തോന്നും. പക്ഷേ ഒരു ഡയലോഗ് പോലും നിങ്ങൾ മിസ്സാക്കലും. ആ ഒരു സിനിമയ്ക്കകത്ത് നിങ്ങൾ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കിത് ഫുൾ എന്താണ് ഒരു ഫൺ റൈഡ്. നല്ലൊരു ഓഡിയൻസിനോട് കാണുക, നല്ലൊരു കുറച്ച് യൂത്ത്. പടത്തില് ഇടയ്ക്കൊക്കെ സൈലൻസ് പോർഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഇരുന്ന് അതിനകത്താണോ ചിരി എന്ന് വിചാരിക്കും. പക്ഷെ അല്ല, തിയേറ്ററിനകത്തായിരുന്നു ചിരി. എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചിരിച്ച് പോവാണ്. അങ്ങനെ ഫണ്ണായിട്ട് ഇങ്ങനെ പോവാണ്. പെർഫോമൻസ് കൊണ്ട് ആൾക്കാരെ നമ്മളെ ചിരിപ്പിക്കുന്നു. ചിരിപ്പിക്കാൻ വേണ്ടിയുള്ള കോമഡി ഒന്നും ഇല്ല, സിറ്റുവേഷൻ കോമഡികൾ. നമ്മുടെ ചൂരലിലെ പുള്ളിക്കാരൻ, അതുപോലെ തന്നെ ശ്യാം മോഹൻ, പിന്നെ മീനാക്ഷി രവീന്ദ്രൻ കുറച്ച് റോളേ ഉള്ളൂ. എന്നാലും പക്ഷെ ഒരു നമ്മൾ ഓരോരുടെ സിഗ്നേച്ചർ സാധനങ്ങളൊക്കെ ഇല്ലേ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്ന സാധനങ്ങളൊക്കെ, അതൊക്കെ എടുത്തിനകത്ത് ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയയിലെ ഫോർ എക്സാമ്പിൾ നാഗ ചേച്ചിയുടെ ഡയലോഗ്, അങ്ങനത്തെ പല നമ്മൾ അങ്ങനത്തെ ഡയലോഗുകളൊക്കെ എടുത്തിട്ട് കോമഡികൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അതൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു. അങ്ങനെ ആ ഒരു ഒഴുക്കിൽ നമ്മൾ കോമഡിക്ക് വേണ്ടി കോമഡി ചെയ്യാന്ന് പറഞ്ഞില്ല. സ്റ്റോറിയുടെ ഇതിൽ നൈസിന് കോമഡി ആയിട്ട് പോകും. പിന്നെ ക്ലൈമാക്സോട് എത്തുമ്പോൾ നമ്മുടെ ഗിരീഷ് ഏടി പടങ്ങളിലെ മെയിൻ സംഭവം തണ്ണീർമത്തലിലും സൂപ്പർ ചെന്നൈയൊക്കെ പോലത്തെ ഒരു ഇമോഷണൽ ഒരു ബ്ലെൻഡിങ് കൊണ്ടുവരും.
അത് നല്ലപോലെ ഇതിനകത്ത് വർക്കൗട്ട് ആയി എന്ന് പറയുന്നതാണ്. ഇമോഷണൽ ഹുക്കപ്പിലിടും സംഭവം. അങ്ങനെ കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു എന്താണ് സാറ്റിസ്ഫൈങ് എക്സ്പീരിയൻസ്, ഒരു കണ്ടൊരു എല്ലാവരും ഒരു ചിരിയോടെ ഇങ്ങനെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്നൊരു ഫീലാണ് ഈ ഒരു പടം കണ്ടു കഴിയുമ്പോൾ ഉണ്ടായത്. എന്തായാലും വർത്ത് വൺ മോർ ടൈം വാച്ച്, ഒന്നിൽ കൂടുതൽ വാച്ചുള്ള സാധനമുണ്ട്. കാരണം ഈ കോമഡികളൊക്കെ നമുക്ക് ഇപ്പോഴേ ഓർക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ ഒന്നുകൂടെ കാണുമ്പോഴത്തേക്കും ഈ കോമഡികൾക്ക് വേണമെങ്കിൽ ഓർത്ത് ചിരിക്കാൻ പറ്റും. അപ്പം അങ്ങനത്തെ ഒരു ലെവൽ പടമാണ്, ഒന്നുകൂടെ കാണാൻ പറ്റും പടം. അപ്പോൾ ഇതൊക്കെയാണ് പ്രേമലു എല്ലാം പറഞ്ഞില്ലേ. എടാ ഒരു കാര്യം പറയുന്നുണ്ട്, മിസ്റ്റർ സംഗീത് പ്രദീപ്, നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മുടെ പ്രണവ് മോഹൻലാലിനെ പിടിച്ചിട്ട് ഇടിക്കുന്ന പയ്യൻ ഓർമ്മയില്ലേ, അവനാണ് ഒരു പടി മേളിൽ നസ്ലിനെ മണ്ടയ്ക്ക് സ്കോർ ചെയ്യുന്ന പറയാൻ പറ്റും. ബിക്കോസ് ഹിസ് കോമഡി ലെവൽ ആൻഡ് കോമഡി ടൈമിങ് വാസ് ഓസം. നമുക്ക് അറിയാൻ പറ്റും പുള്ളിയെയും നസ്ലിനെക്കാട്ടി കൂടുതൽ പുള്ളിയെ കോമഡി പറഞ്ഞ എനിക്ക് തോന്നുന്നു. എന്നാലും പെർഫെക്റ്റ് ആയിരുന്നു. ആ ഒരു അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. പുള്ളിയും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് നിന്നു. അപ്പോൾ എല്ലാവരും മൊത്തത്തിലൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് പെർഫോമൻസ് കൊണ്ടും അതുപോലെ മേക്കിംഗ് കൊണ്ടും ഗിരീഷ് ഷേഡിയുടെ ഒരു ഫീൽ ഗുഡ് കോമഡി റൊമാൻറ്റിക് മൂവി. അപ്പോൾ എന്തായാലും എല്ലാവരും പോയി കാണുക. ബൈ.